എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് പൊറ്റക്കാട്ട്, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ബൈ മനോജ്. ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഹെൽത്ത് തന്നെയാണ്. ഹെൽത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഹെൽത്ത് ഈസ് വെൽത്ത്. ഇഫ് യു ലോസ്റ്റ് യുവർ ഹെൽത്ത്, യു ലോസ്റ്റ് യുവർ ലൈഫ്. ഹെൽത്ത് ഹാപ്പിനെസ്സാണ്, ഹെൽത്ത് വെൽത്താണ്, ഹെൽത്ത് നമ്മുടെ മനസ്സമാധാനമാണ്. ഹെൽത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ എല്ലാ കാര്യങ്ങളും സോൾവ് ആവും. നമ്മൾ എത്ര പൈസ ഉണ്ടായിക്കഴിഞ്ഞാലും അൺഹെൽത്തി ആയി കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നത്തിലാവും. ഈവൻ എത്ര വലിയ പൊസിഷനിലുള്ള ആളായാലും എത്ര സാമ്പത്തിക ശേഷിയുള്ള ആളായാലും ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പ്രോബ്ലത്തിലാവും. പൈസ കൊണ്ട് ഒരു കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മൾ ഹെൽത്തി ആയിരിക്കാനാണ് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ്, പിന്നെ പ്രോപ്പർ റെസ്റ്റ്, പ്രോപ്പർ എക്സസൈസ് ഇതിന് നിർബന്ധമാണ്. നമ്മൾ ഒരു വാഹനം മേടിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യണം, വീട് പണിതാൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതേമാതിരി തന്നെ നമ്മുടെ ശരീരം. വാഹനത്തിൻ്റെ സർവീസ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യും, പക്ഷേ ശരീരത്തിൻ്റെ ആരെങ്കിലും ചെയ്യണം. അതാണ് നിർബന്ധം. കോടികൾ വില മതിക്കാൻ, വിലയിടാൻ തന്നെ വരെ പറ്റില്ല നമുക്ക്. എത്ര കോടിയാണ് നമുക്ക് വിലയിടുക? അപ്പോൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ അത്യാവശ്യം. അത് കഴിഞ്ഞിട്ട് എന്തുള്ളൂ, ആരോഗ്യം ഇല്ലാണ്ട് പൈസ ഉണ്ടായിട്ട് ഇപ്പോൾ എല്ലാം ഉണ്ടായിട്ട് ഇപ്പോൾ വളരെ മോശമായ രീതിയിൽ കൂടെ പോകുന്ന രണ്ട് പേരെ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന് നമ്മുടെ സിനിമാ ഫീൽഡിൽ, രണ്ടുപേരും സിനിമാ ഫീൽഡിലുള്ള, ഒന്ന് ജഗദീഷ് ശ്രീകുമാർ. പൈസ ഇല്ലാണ്ടാണോ, ബാക്കി എന്തെങ്കിലും സെറ്റപ്പ് ഇല്ലാണ്ടാണോ അദ്ദേഹത്തിന്? ആരും അന്വേഷിച്ച് പോകുന്ന പോലുമില്ല. അതേമാതിരി തന്നെ ശ്രീനിവാസൻ. രണ്ട് പേര്. ശ്രീനിവാസന് പൈസ ഇല്ല, മക്കളുടെ കയ്യിൽ പൈസ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇഷ്ടംമാതിരി പൈസ ഉണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ടിരിക്കാനേ പറ്റുള്ളൂ, ചിലവാക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇവർ രണ്ടുപേരും പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ വേണ്ടി നമ്മൾ എക്സസൈസ് ചെയ്യുക, പിന്നെ നമ്മൾ നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യുക, അതേമാതിരി നമ്മളുടെ റെസ്റ്റ് പ്രോപ്പറാക്കുക, അതേമാതിരി നമ്മൾ കുറച്ച് പ്രാർത്ഥിക്കുക. അതിൽ ജാതി മതം നോക്കണ്ട, ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. പീസ് ഓഫ് മൈൻഡ് കിട്ടാൻ ഏറ്റവും നല്ലതാണ് പ്രാർത്ഥന. എല്ലാം കൂടി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ രോഗമില്ലാത്തൊരവസ്ഥയിൽ നല്ല ജീവിതം, പിന്നെ പ്രസൻറ്റിനെ മാത്രം ചിന്തിച്ച് ജീവിക്കുക. കഴിഞ്ഞു പോയത് വരാനിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലതന്നെ ഭവിക്കുള്ളൂ. ദൈവത്തിൻ്റെ ഒരു സഹായം കൂടി നമുക്കുണ്ടാവും. നന്ദി, നമസ്കാരം. താങ്ക് യു.